സുനന്ദ പുഷ്കർ കൊല്ലപ്പെട്ടത് തന്നെയാണെന്ന് ദില്ലി പോലീസ് കമ്മീഷണറുടെ സ്ഥിരീകരണം. IPC 302 വകുപ്പ് പ്രകാരം കൊലക്കുറ്റത്തിന് കേസെടുത്തതായി ദില്ലി പോലീസ് കമ്മീഷണർ അറിയിച്ചു. സുനന്ദയെ വിഷം കഴിപ്പിച്ചതോ വിഷം കുത്തിവച്ചതോ ആകാമെന്ന് പോലീസ് അറിയിച്ചു. ശശി തരൂരിനെയും കുടുംബത്തെയും ഉടൻ ചോദ്യം ചെയ്യുമെന്ന് കമ്മീഷണർ ഭീംസെൻ ബസി അറിയിച്ചു. സാമ്പിളുകൾ പോലീസ് വിദേശത്തേക്ക് അയക്കും. വിഷം നൽകി സുനന്ദ പുഷ്കറിനെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് ദില്ലി പോലീസ് സ്ഥിരീകരിച്ചു. വിഷം കുത്തിവയ്ക്കുകയായിരുന്നോ വായിലൂടെ നൽകുകയായിരുന്നോ എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുന്നതായി ദില്ലി പോലീസ് കമ്മീഷണർ BS ബാസി അറിയിച്ചു. കഴിഞ്ഞ ജൂലൈയിൽ നടത്തിയ പുതിയ രാസപരിശോധനാ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മരണകാരണം വിഷമുള്ളിൽ ചെന്നാണ് എന്ന നിഗമനത്തിലെത്തിയത്. മരണം സ്വാഭാവികമാണെന്നായിരുന്നു ആദ്യം ദില്ലി പോലീസിന്റെ നിലപാട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ FIR മാറ്റി പുതിയ കണ്ടെത്തലിന്റെ പശ്ചാത്തലത്തിൽ മരണം കൊലപാതകമാക്കി FIR രജിസ്റ്റർ ചെയ്തു. IPC 302 പ്രകാരം തയ്യാറാക്കിയ FIR-ൽ ആരെയും പ്രതി ചേർത്തിട്ടില്ല. ആരാണ് കൊലപ്പെടുത്തിയെന്നും എന്തിനാണെന്നതിനെക്കുറിച്ചും കൂടുതൽ അന്വേഷണം പുരോഗമിക്കുന്നതായി ദില്ലി പോലീസ് അറിയിച്ചു. देखिए, ऐसा है कि 29/12 को हमारे को जो मेडिकल बोर्ड थी उसने रिपोर्ट दे दी थी. तो उस रिपोर्ट में जो मेन मुद्दा उन्होंने हमें ये बताया है कि डेथ जो है नंबर 1 अननेचुरल है, यानी कि नेचुरल डेथ नहीं है. दूसरा उन्होंने बताया है कि डेथ इज़ ड्यू टू पॉइजनिंग, और उसमें ये भी उन्होंने कहा है कि पॉइजनिंग जो है ये ओरली भी ली हो सकती है, और इसके अलावा ये हो सकता है कि इंजेक्ट भी की गई हो. മരണത്തിന് കാരണമായ വിഷമേതെന്നറിയാനായി സുനന്ദയുടെ DNA സാമ്പിളുകൾ വിദേശത്തയച്ച് പരിശോധിക്കും. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. അന്വേഷണത്തോട് സഹകരിക്കാൻ ദില്ലി പോലീസ് ശശി തരൂരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആവശ്യമെങ്കിൽ തരൂരിനെ ചോദ്യം ചെയ്യും. സുനന്ദ പുഷ്കറിന്റെ മരണം ആദ്യം റിപ്പോർട്ട് ചെയ്തത് പീപ്പിൾ TV-യാണ്. മരണത്തിലെ അസ്വാഭാവികതയും മറ്റു തെളിവുകളും ചൂണ്ടിക്കാട്ടി കൊലപാതകമാണ് നടന്നതെന്ന് പീപ്പിൾ TV വ്യക്തമാക്കിയിരുന്നു. ആ റിപ്പോർട്ടുകൾ സത്യമാണെന്ന് സ്ഥിരീകരിക്കുകയാണ് ദില്ലി പോലീസ്. സന്തോഷ് സർലിംഗ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. പോലീസിന്റെ വെളിപ്പെടുത്തൽ ഞെട്ടിച്ചുവെന്നും പോലീസുമായി സഹകരിക്കുമെന്നും ശശി തരൂർ ഫേസ്ബുക്കിൽ പ്രതികരിച്ചു. സുനന്ദയുടെ മരണത്തിന് പിന്നിൽ ഉന്നതനാണെന്ന് BJP നേതാവ് സുബ്രഹ്മണ്യം സ്വാമി പറഞ്ഞു. ശശി തരൂരിനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. സുനന്ദ പുഷ്കറിന്റെ മരണം കൊലപാതകമെന്ന് പോലീസ് സ്ഥിരീകരിച്ചതോടെയാണ് ശശി തരൂരും സുബ്രഹ്മണ്യം സ്വാമിയും ഉൾപ്പെടെയുള്ളവർ പ്രതികരണങ്ങളുമായി രംഗത്തെത്തിയത്. സുനന്ദയുടെ മരണത്തിന് പിന്നിൽ ഉന്നതനാണെന്നും തരൂരിനെ കസ്റ്റഡിയിലെടുക്കണമെന്നും BJP നേതാവ് സുബ്രഹ്മണ്യം സ്വാമി ആവശ്യപ്പെട്ടു. This is a very big murder. Very big names are involved, and I was going to file the PIL on 15th of January. എന്നാൽ സുനന്ദയുടെ മരണത്തിന് പിന്നിൽ കള്ളക്കളികളുണ്ടെന്ന് കരുതുന്നില്ലെന്നും പോലീസുമായി സഹകരിക്കുമെന്നുമാണ് ശശി തരൂരിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. കേസിന്റെ കാര്യത്തിൽ നമുക്ക് എന്ത് പറയാനാ? ശശി തരൂർ രാജിവെക്കണമെന്നും തരൂരിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണമെന്നും പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. ഇനി അന്വേഷണം സുഗമമായി നടത്താൻ ശശി തരൂർ MP സ്ഥാനം രാജിവെക്കണം. അടിയന്തരമായി ശശി തരൂരിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം. തരൂരിനെ സ്ഥാനാർത്ഥിയാക്കിയ കോൺഗ്രസ് ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ V മുരളീധരൻ അഭിപ്രായപ്പെട്ടു. തരൂരിന്റെ രാജി ആവശ്യപ്പെട്ട് DYFI അടക്കം യുവജന സംഘടനകൾ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. അതേസമയം ഗുരുവായൂരിനടുത്ത് ആയുർവേദ ചികിത്സയിൽ കഴിയുന്ന ശശി തരൂരിന് പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്. ശശി തരൂർ MP സ്ഥാനം ഉടൻ രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടു. കോൺഗ്രസ് നേതൃത്വം മാപ്പ് പറയണമെന്നും VS പത്തനംതിട്ടയിൽ പറഞ്ഞു. ശശി തരൂർ ഗൗരവതരമായ നടപടിക്ക് വിധേയരാകേണ്ടതാണ്. അദ്ദേഹത്തെ കോൺഗ്രസിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല. അദ്ദേഹത്തിൻ്റെ MP സ്ഥാനം ഉടനെ തന്നെ അവസാനിപ്പിക്കാനും ആ തരത്തിൽ ധീരമായൊരു നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ് പാർട്ടിയും ഗവൺമെൻറ്റും തയ്യാറാകുമെന്നാണ് ഞാൻ ആശിക്കുന്നത്. സുനന്ദ പുഷ്കറുടെ മരണം കൊലപാതകം ആണെന്ന് ആദ്യം മുതൽ തന്നെ ഉറപ്പിച്ചു പറഞ്ഞ മാധ്യമം പീപ്പിൾ TV-യാണ്. തികച്ചും ദുരൂഹമായി മരണത്തെ ആത്മഹത്യ എന്ന് മറ്റു മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചപ്പോഴും പീപ്പിൾ ഇത് കൊലപാതകം തന്നെയാണെന്ന് നിസ്സംശയം പറഞ്ഞു. പീപ്പിളിന്റെ ഈ നിഗമനത്തിലാണ് ദില്ലി പോലീസിന്റെ കണ്ടെത്തലോടെ സ്ഥിരീകരണം വന്നിരിക്കുന്നത്. 2014 ജനുവരി 17-ാം തീയതി ദില്ലിയിലെ അതീവ സുരക്ഷാ മേഖലയായ ചാണക്യപുരിയിലെ ലീല ഹോട്ടലിലെ 345-ാം നമ്പർ മുറിയിലാണ് സുനന്ദ പുഷ്കറെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രധാനപ്പെട്ട ഒരു വാർത്ത ബ്രേക്ക് ചെയ്യേണ്ടി വന്നിരിക്കുന്നു. വാർത്ത ആദ്യം ഈ ലോകത്തെ അറിയിച്ചതും പീപ്പിൾ TV-യാണ്. ദില്ലിയിലെ ലീല പാലസ് ഹോട്ടലിലെ ഒരു റൂമിലാണ് സുനന്ദ പുഷ്കറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ 2-3 ദിവസത്തിനുള്ളിൽ ശാരീരികമായിട്ടുള്ള ആക്രമണത്തിന് പോലും സുനന്ദ പുഷ്കർ വിധേയമായിരുന്നു എന്ന്
ചില ഊഹാപോഹങ്ങൾ ഡൽഹി വൃത്തങ്ങളിലുണ്ട്. മെഹർ തരാറിനെ ചൊല്ലി തരൂരും സുനന്ദയും തമ്മിൽ നടക്കുന്ന വഴക്കിന്റെ നാടകീയ അന്ത്യത്തിനൊടുവിലാണ് സുനന്ദയുടെ മരണമെന്നത് ദുരൂഹതയോടുകൂടി ഈ മരണത്തെ നോക്കിക്കാണാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത്. തരൂരും മെഹർ തരാറും തമ്മിൽ നടത്തിയ ട്വിറ്റർ ചാറ്റിന്റെ വിശദാംശങ്ങൾ സുനന്ദ കാണുന്നതും തൻ്റെ ട്വിറ്റർ അക്കൗണ്ട് ആരോ ഹാക്ക് ചെയ്തു എന്ന തരൂരിൻ്റെ തന്നെ വെളിപ്പെടുത്തലുണ്ടാവുന്നതും സുനന്ദ മരിക്കുന്നതിൻ്റെ തൊട്ടു തലേന്നാണ്. തൊട്ടു പിന്നാലെ തരൂർ മെഹർ തരാറുമായി നടത്തിയ ചാറ്റ് സംഭാഷണങ്ങൾ തരൂരിൻ്റെ ഫോണിൽ നിന്നും അപ്രത്യക്ഷമായി. ഇതിനു പിന്നാലെ മെഹർ തരാർ ISI ഏജന്റാണെന്ന സുനന്ദ ട്വിറ്ററിലൂടെ ആരോപിക്കുകയും ചെയ്തു. തരൂരുമായി സുനന്ദ വേർപിരിയുന്നു എന്ന മാധ്യമ വാർത്തകളെ തള്ളിക്കളഞ്ഞ് തരൂർ ദമ്പതികൾ സംയുക്ത ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. തൊട്ടു പിന്നാലെ സുനന്ദയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. സാധാരണഗതിയിൽ അസ്വാഭാവികമെന്ന് ഒറ്റ നോട്ടത്തിൽ ആർക്കും തോന്നാവുന്ന ഈ മരണം അസ്വാഭാവികം തന്നെയെന്ന് പീപ്പിൾ പറഞ്ഞപ്പോൾ മറ്റു മാധ്യമങ്ങൾ ആത്മഹത്യ എന്ന പോലീസ് ഭാഷ്യത്തിൽ തപ്പിത്തടഞ്ഞു. എന്നാൽ ഞങ്ങളുടെ വാർത്തയെ ശരിവെച്ചുകൊണ്ട് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത എയിംസിലെ ഡോക്ടർ സുധീർ ഗുപ്ത 18/1/2014 മരണം അസ്വാഭാവികം തന്നെയെന്ന് വിധിയെഴുതി. എന്നാൽ അപ്പോഴും ദില്ലി പോലീസ് ആത്മഹത്യാവാദമെന്ന മന്ത്രം ഉരുവിട്ടുകൊണ്ടേയിരുന്നു. സുനന്ദയുടെ മരണത്തെ ദുരൂഹതയോടെ നോക്കിക്കാണാൻ ഞങ്ങളെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ ഇവയാണ്. സുനന്ദയുടെ കഴുത്തിലും കയ്യിലും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുമായി കരിനീല നിറത്തിൽ കണ്ടെത്തിയ 15 മുറിവിൻ്റെ പാടുകൾ. അവസാന സമയത്ത് സുനന്ദ ഉപയോഗിച്ചിരുന്ന ചെരുപ്പ്, ബാഗ്, വസ്ത്രങ്ങൾ എന്നിവ മുറിയിൽ നിന്നും കണ്ടെടുക്കാൻ കഴിയാതിരുന്നതിനാൽ മരിക്കുന്നതിൻ്റെ തലേന്ന് സുനന്ദ ഭർത്താവ് തരൂരുമായി വഴക്കിട്ടിരുന്നു എന്ന സുനന്ദയുടെ ജോലിക്കാരൻ നാരായണൻ വസന്ത് വിഹാർ സബ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുമ്പാകെ മൊഴി നൽകിയത്. കുപ്രസിദ്ധ ചാരസംഘടനകൾ ഉപയോഗിക്കുന്ന പൊളോണിയത്തിൻ്റെ അംശങ്ങൾ സുനന്ദയുടെ ശരീരത്തിലുണ്ടെന്ന റിപ്പോർട്ടുകൾ. ഏറ്റവും ഒടുവിലായി സുനന്ദ മരിക്കുന്ന ദിവസം വ്യാജവിലാസത്തിൽ ചിലർ ലീല ഹോട്ടലിൽ താമസിച്ചിരുന്നു എന്ന പോലീസ് കണ്ടെത്തലുകൾ കൂടി വന്നതോടെ മരണം ആത്മഹത്യയല്ല, കൊലപാതകം തന്നെയെന്ന നിഗമനത്തിലേക്ക് ഞങ്ങളെ നയിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം സുനന്ദ മരിച്ചത് 17-ാം തീയതി രാത്രി 7:30 ആ സമയത്തിന് തൊട്ടു മുമ്പ് തരൂർ ഇനി എവിടെയായിരുന്നു എന്നാണ് ഇനി അറിയേണ്ടത്. ആത്മഹത്യ എന്ന് കരുതി മാധ്യമങ്ങൾ തന്നെ കുഴിച്ചുമൂടിയ ഒരു കേസ് അത്യന്തം ദുരൂഹമായൊരു കൊലപാതകം തന്നെയെന്ന ഞങ്ങളുടെ വാദത്തെ ശരിവെക്കുന്നതാണ് ദില്ലി പോലീസിൻ്റെ പുതിയ കണ്ടെത്തൽ. ന്യൂസ് ഡെസ്ക്. എം മണിയുടെ പ്രസംഗത്തിൽ തുടരന്വേഷണം വേണ്ടെന്ന് സുപ്രീം കോടതി. ഇത് സംബന്ധിച്ച് ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി ശരിവെച്ചു. മണിയുടെ പ്രസംഗത്തിൽ അന്വേഷിക്കേണ്ടതായി ഒന്നുമില്ലെന്നും കോടതി നിരീക്ഷിച്ചു. മണക്കാട് രാഷ്ട്രീയ പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഇടുക്കി ജില്ലാ സെക്രട്ടറി എം മണിക്കെതിരെ സംസ്ഥാന സർക്കാർ എടുത്ത കൊലപാതക അന്വേഷണ കേസാണ് സുപ്രീം കോടതി തള്ളിയത്. രാഷ്ട്രീയ കൊലപാതകങ്ങളെക്കുറിച്ച് മണി നടത്തിയ പ്രസംഗം വിശദമായി വായിച്ചു മനസ്സിലാക്കിയെന്ന് വ്യക്തമാക്കിയ സുപ്രീം കോടതി കേസെടുക്കാൻ മാത്രം പ്രസംഗത്തിൽ ഒന്നുമില്ലെന്ന് ചൂണ്ടിക്കാട്ടി. കോടതി ശിക്ഷിച്ച കൊലപാതക കേസിൽ പുനരന്വേഷണം നടത്താൻ മാത്രം പ്രസക്തമായതൊന്നും എം മണി പറഞ്ഞിട്ടില്ല. പ്രസംഗത്തിന്റെ ഏതു ഭാഗത്തെ അടിസ്ഥാനമാക്കിയാണ് കേസെടുക്കേണ്ടതെന്ന രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ചിന്റെ ചോദ്യത്തോട് കൃത്യമായി പ്രതികരിക്കാൻ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ആർ ബസ്നറ്റിന് കഴിഞ്ഞില്ല. പട്ടിക തയ്യാറാക്കി രാഷ്ട്രീയ പ്രതിയോഗികളെ വകയിരുത്തിയത് ഗൗരവതരമെന്ന് സംസ്ഥാന സർക്കാർ മറുപടി നൽകിയെങ്കിലും സുപ്രീം കോടതി അംഗീകരിച്ചില്ല. നേരിട്ട് കൊലപ്പെടുത്തിയെന്ന് മണി എവിടെയും പറഞ്ഞിട്ടില്ലെന്നായിരുന്നു കോടതിയുടെ മറുപടി. ഇതേ തുടർന്ന് സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തള്ളി. തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയവർക്ക് തിരിച്ചടി ലഭിച്ചെന്ന് എം മണി പ്രതികരിച്ചു. സുപ്രീം കോടതിയുടെ ഇന്നത്തെ വിധി എനിക്ക് വലിയ ആവേശം തോന്നുന്നു, സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഇന്ന് സുപ്രീം കോടതിയും കൂടെ ആ വിധി പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ മണക്കാട് പ്രസംഗത്തിൻ്റെ പേര് പറഞ്ഞ് എൻ്റെ പേര് കെട്ടിക്കമച്ച എല്ലാ കേസിനും ആ വിധി സ്വാധീനിക്കും, അത് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എൻ്റെ പാർട്ടിയെയും എന്നെയും എങ്ങനെ കൈകാര്യം ചെയ്യാം, അതാണ് അവർ ലക്ഷ്യം വെച്ചത്. അതിനാണ് ഇപ്പോൾ ഒരു തിരിച്ചടി, രാഷ്ട്രീയമായ തിരിച്ചടി വന്നിരിക്കുന്നത്. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയെ തുടർന്ന് തന്നെ അതുണ്ടായി. ഇപ്പോൾ സുപ്രീം കോടതി വിധിയും കൂടെ ആയപ്പോൾ വളരെ ശക്തമായി ഗവൺമെൻറ് എതിരെയുള്ള ഒരു ശക്തമായ തിരിച്ചടിയാണ് സുപ്രീം കോടതിയുടെ വിധി എന്നാണ് ഞാൻ കരുതുന്നത്. ഇത് ന്യായമാണ്, തികച്ചും ന്യായമാണ് ഈ വിധി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിൽ മണിക്കെതിരെ കേസെടുക്കാനാകില്ലെന്ന് കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നേരത്തെ ഉത്തരവിട്ടിരുന്നു. ഈ ഉത്തരവ് സുപ്രീം കോടതിയും പൂർണ്ണമായി ശരിവെച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. CPIM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന് റാന്നിയിൽ തുടക്കമായി. പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് പൊതുചർച്ചയാണ് നടന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ നിശ്ചിതമായ ഭാഷയിൽ വിമർശിച്ചായിരുന്നു പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് CPIM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ സംസാരിച്ചത്.
വർഗീയ സംഘർഷത്തിലൂടെ വളരാനാണ് RSSന്റെ ശ്രമമെന്നും മതപരിവർത്തനം ഇതിന്റെ ഭാഗമാണെന്നും പിണറായി പറഞ്ഞു. മതപരിവർത്തനം നടത്തപ്പെടുന്നവർ ഏത് വിഭാഗത്തിൽപ്പെടുമെന്ന് RSS വ്യക്തമാക്കണമെന്നും പിണറായി ആവശ്യപ്പെട്ടു. ചാതുർവർണ്ണീയ ആശയം ഉൾക്കൊള്ളുന്ന RSS പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തെ മനുഷ്യരായല്ല കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പുനർമതപരിവർത്തനം നടത്തിയാൽ ഹിന്ദുവായിട്ടാണല്ലോ വരിക, ഏത് വിഭാഗത്തിലാണ് വിടുക എന്ന് പറഞ്ഞാൽ പട്ടികജാതി പട്ടികവർഗത്തെ മനുഷ്യനായിട്ട് പോലും ഇവർ കണക്കാക്കുന്നില്ല. കേരളത്തിന്റെ രാഷ്ട്രീയ സംസ്കാരം തകർക്കുന്ന തരത്തിലുള്ള അഴിമതിയാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്നും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഉപജാപക സംഘമാണ് ഇതിന് പിന്നിലെന്നും പിണറായി ആരോപിച്ചു. അഴിമതിക്കാരായ മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ഈ സ്ഥാനങ്ങളിൽ ഇരിക്കാൻ യോഗ്യരല്ലെന്നും ഇവരുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭം ശക്തമാക്കി മുൻപോട്ട് പോകുമെന്നും പിണറായി പറഞ്ഞു. ജാതിമത സംഘടനകളുടെ തലപ്പത്തിരിക്കുന്ന പണക്കാർക്ക് അവരുടേതായ താൽപ്പര്യം ഉണ്ടാകുമെന്നും കേന്ദ്ര സർക്കാരിന്റെ നക്കാപ്പിച്ച ലഭിക്കുമെന്ന് വിചാരിച്ച് ഇവർ അവസരവാദ നിലപാട് സ്വീകരിക്കുന്നുവെന്നും പിണറായി കുറ്റപ്പെടുത്തി. വിദേശ പണം കൈപ്പറ്റിയാണ് മതപരിവർത്തനത്തെ CPIM എതിർക്കുന്നതെന്ന വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന അല്പത്തരവും വിവരമില്ലായ്മയുമാണെന്ന് പിണറായി പറഞ്ഞു. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച സംഘടനയുടെ തലപ്പത്തിരുന്നു കൊണ്ടാണ് ഈ ഒരു വിവരദോഷം എന്ന് പറയുന്നത് തെറ്റില്ലെന്നാ തോന്നുന്നു, വിവരദോഷം പറഞ്ഞത് എന്ന് അദ്ദേഹം ഓർക്കണം. പ്രതിനിധി സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് K. അനന്തഗോപൻ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേൽ മേഖല തിരിച്ചുള്ള ഗ്രൂപ്പ് ചർച്ചയും തുടർന്ന് പൊതുചർച്ചയും നടന്നു. ചർച്ച നാളെയും തുടരും. 8-ന് നടക്കുന്ന സമാപന സമ്മേളനം VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. CPIM മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ പൊതുചർച്ച പൂർത്തിയായി. ചർച്ചകൾക്ക് ജില്ലാ സെക്രട്ടറി മറുപടി നൽകി. സമ്മേളനം നാളെ സമാപിക്കും. CPIM സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ആലപ്പുഴയിൽ ലോഗോ പ്രകാശനവും സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനവും നടന്നു. ഇത് 3ാം തവണയാണ് പുന്നപ്ര വയലാറിന്റെ നാട് സമ്മേളനത്തിന് വേദിയാവുന്നത്. പുന്നപ്രയാറിന്റെ വിപ്ലവ ഭൂമിയിൽ ഇത് 3ാം തവണയാണ് CPIM സംസ്ഥാന സമ്മേളനത്തിന് വേദിയൊരുങ്ങുന്നത്. ഇതിന്റെ ലോഗോ പ്രകാശനവും സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനം ഇന്ന് നടന്നു. പ്രശസ്ത ചലച്ചിത്ര നടൻ മുകേഷ് ലോഗോ പ്രകാശനം നിർവഹിച്ചു. പ്രശസ്ത നാടകകൃത്തും സംവിധായകനുമായ ഫ്രാൻസിസ് ടി മാവേലിക്കരയാണ് ലോഗോ ഏറ്റുവാങ്ങിയത്. കേരളത്തിൽ ഇന്ന് നടക്കുന്ന അഴിമതികൾക്ക് നേതൃത്വം നൽകുന്നവരെ പിടികൂടാൻ പോലീസിന് കഴിയുന്നില്ലെന്ന് മുകേഷ് പറഞ്ഞു. നമ്മുടെ നാട്ടിൽ ആരെങ്കിലും അഴിമതി നടത്തിക്കഴിഞ്ഞാൽ അത് വ്യക്തമായി തെളിഞ്ഞു കഴിഞ്ഞാൽ പോലും പിടിക്കാൻ പറ്റുന്നില്ല. കാര്യം പിടിക്കപ്പെടേണ്ടത് ഇവരെ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്ക് എനിക്ക് തോന്നുന്നു കുറച്ച് കാലമായിട്ട് കള്ളൻ കപ്പലിൽ തന്നെ എന്നുള്ള പഴഞ്ചൊല്ലാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ആരെയാണ് പിടിക്കുന്നത്? ഒരാൾ പിടിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ അയാൾ പറയുമെന്നാണ് പറയുന്നത്. എന്നെ ഒന്ന് പിടി, ഞാൻ കാണിച്ചു തരാം, മറ്റേതും അവിടെ പോയതും എല്ലാം കൂടെ ഞാൻ വെച്ച് കാച്ചും, ഇത്രാം തീയതിക്കകം കാച്ചും, തീയതിയൊക്കെ പറയും. വൈകിട്ട് നടന്ന സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനം CPIM കേന്ദ്ര കമ്മിറ്റി അംഗം വൈക്കം വിശ്വൻ നിർവഹിച്ചു. അപ്പോൾ നിങ്ങളിവിടെ സംഘടിപ്പിക്കാൻ പോകുന്ന സമ്മേളനം ആ രീതിയിൽ വളരെ മെച്ചപ്പെട്ട രീതിയിൽ ഉയർന്നു വരികയാണ്. സമ്മേളനത്തിൽ സ്വാഗത സംഘം ജനറൽ സെക്രട്ടറി G. സുധാകരൻ, ജില്ലാ സെക്രട്ടറി സജി ചെറിയാൻ, CB ചന്ദ്രബാബു, പ്രതിഭ ഹരി, CK സദാശിവൻ, R. രാജേഷ് തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. പമ്പ ത്രിവേണിയിൽ മന്ത്രി KP മോഹനന്റെ നിയമലംഘനം. നിയമം ലംഘിച്ച മന്ത്രിയുടെയും ബന്ധുക്കളുടെയും അനധികൃതമായ പാർക്കിംഗ്. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് ലംഘിച്ച് 5 വാഹനങ്ങൾ നിരോധിത മേഖലയിൽ പാർക്ക് ചെയ്തു.